നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അനീഷയ്ക്ക് PCOD ഉണ്ടായിരുന്നതായി അമ്മ. മകൾ ഗർഭിണിയായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്നും അവർ പറഞ്ഞു. ബവിനുമായുള്ള പ്രണയം അറിയാമായിരുന്നു. എന്നാൽ തനിക്ക് കല്യാണം നടത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് ബവിൻ പലതവണ വീട്ടിലെത്തി ശല്യപ്പെടുത്തിയിരുന്നു. 4 കൊല്ലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഈയിടെയാണ് പ്രണയകാര്യം താൻ അറിഞ്ഞതെന്നും സുമതി പറഞ്ഞു. 2 നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സ്ഥലം ഇന്ന് ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കും. അനീഷയുടെ വീട്ടിലും സുഹൃത്ത് ആമ്പല്ലൂർ സ്വദേശി ബവിന്റെ വീട്ടിലുമാണ് പരിശോധന നടത്തുക. 2021 നവംബർ 6-നും 2024 ഓഗസ്റ്റ് 29-നുമാണ് നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. അനീഷയുമായി ഇന്നലെ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ബവിനെയും അനീഷയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം പ്രതി ബവിന്റെ ഫോണിൽ കുഞ്ഞിന്റെ ദൃശ്യമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. എന്നാൽ അനീഷയുമായുള്ള വഴക്കിനിടെ ഫോൺ എറിഞ്ഞുടച്ചിരുന്നു. ഫോൺ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് 24 തൃശൂർ.